8⁴ is equal to 2�6x. 2⁻x ആയാൽ എക്സ് എന്റെ വില എത്രയായിരിക്കും? 12 എന്ന ആൻസർ ശരിയാണ്. എങ്ങനെയാണ് 12 കിട്ടുന്നത് നോക്കാം. ഇങ്ങനെ സമചിഹ്നത്തിന്റെ അപ്പുറവും ഇപ്പുറവും വരുന്ന സംഖ്യകൾ, ആ സംഖ്യകളായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവും. ഇവിടെ 2ന്റെ മൾട്ടിപ്ലൈ വരും. ഇനി 3 അപ്പുറമെങ്കിൽ ഇവിടെ 3ന്റെ മൾട്ടിപ്ലൈ വരും. അപ്പൊ എപ്പോഴും അവര് തമ്മിലൊരു നല്ല കണക്ഷൻ ഉണ്ടാവും. അപ്പൊ പലപ്പോഴും 2ന്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ ഈ 8നെ നിങ്ങൾ 2ന്റെ ഭാഗമായിട്ട് മാറ്റണം. 2⁻3 എന്ന് നമുക്ക് 8നെ എഴുതാൻ പറ്റും. 2⁻3. 2⁻3 all⁻4 ആണിത്. അത് 2⁻3 × 4 12 ആകും. is equal to 2⁻x എന്നതിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾക്ക് ഈ രണ്ടും അങ്ങ് ഒഴിവായാൽ പിന്നെ എക്സിന്റെ വില നിങ്ങൾക്ക് കിട്ടുന്നത് 12 ആകുന്നു. ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് വന്നതാണ്. അതേ സമയത്ത് ഇങ്ങനെയും ചോദ്യങ്ങൾ വരാം. റൂട്ടിന്റെ ഉള്ളിൽ കൊടുക്കും. റൂട്ട് ചെറിയ തോതിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, സ്ക്വയർ നമ്പേഴ്സ് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് 3⁻n വരുന്നത്. is equal to 7 to 9. ഇവിടെ n-ന്റെ വിലയാണ് ചോദിക്കുന്നത്. എത്രയാണ്? ടൈപ്പ് ചെയ്യാം. 6 അല്ലല്ലോ. 49 അല്ലല്ലോ. ഗായത്രി, ഞാൻ പറയുന്നത് കേൾക്കാമോ ഗായത്രി? യെസ് സർ. 5. ഇതിന്റെ ആൻസർ കിട്ടിയോ ഗായത്രി? ഇല്ല സർ, ചെയ്തോണ്ടിരിക്കുകയാണ്. ഗായത്രിക്ക് അറിയാമോ, ഒരു USS ചോദ്യം നമ്മുടെ പരീക്ഷകളിന് ചെയ്യാനുള്ള സമയം എത്രയാണെന്ന്? ഇല്ല സർ. ഒരു ചോദ്യത്തിന് 1.5 മിനിറ്റാണ് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് സ്പീഡിൽ ചില ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം. ശരി, ഞാൻ ഇടപെടുകയാണ്, സമയക്കുറവുകൊണ്ട്. നിങ്ങൾ റൂട്ട് വന്നു കഴിഞ്ഞാൽ എന്താ പറയാൻ നോക്കിയത് പറയൂ. 3⁻12. ഞാൻ ചോദിച്ചത് എന്നിന്റെ വിലയാണ്. എനിക്ക് എന്നിന്റെ വിലയാണ് കിട്ടുന്നത്. 9 അല്ലല്ലോ. 7. സാറേ 5 അല്ലേ? നിങ്ങൾ ലോകത്തുള്ള എല്ലാ നമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. നിങ്ങൾ ലോകത്തുള്ള എല്ലാ നമ്പറും പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അധ്വാനിപ്പിക്കാതെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ റൂട്ട് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം അതിനെ സ്ക്വയർ ചെയ്യുക എന്നുള്ള മാർഗമാണ്. എന്നാൽ റൂട്ടം കിടങ്ങാറ് ഒഴിവാക്കും. സമചിഹ്നത്തിന്റെ ഇപ്പുറം നിങ്ങൾ എന്തെങ്കിലും ക്രിയ ഒപ്പിക്കുകയാണെങ്കിൽ സമചിഹ്നത്തിനപ്പുറം അതേ ക്രിയ തന്നെ അപ്പുറവും ഒപ്പിക്കണം. ഇപ്പൊ ജോലി കഴിഞ്ഞു, ഇത്ര പെട്ടെന്ന് ജോലി കഴിഞ്ഞു. നിങ്ങൾക്കൊരു സംശയം വരും, ഈ റൂട്ട് ഒഴിവാക്കി 3⁻n ആകാൻ എന്തിനാണ് സ്ക്വയർ ചെയ്തത്? എന്താ പറഞ്ഞുതരാം, പിടിച്ചോളൂ. √9 എനിക്ക് 9 മാത്രമാക്കി മാറ്റണം. 9 മാത്രമാക്കി മാറ്റാൻ ഞാൻ ചെയ്യുന്നത് എന്താണ്? ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്യലാണ്. ഇതിനെ സ്ക്വയർ ചെയ്താൽ എങ്ങനെയാണ് 9 മാത്രമായിട്ട് മാറുക? നിങ്ങൾക്കറിയാം √9 എന്ന് പറഞ്ഞാൽ 3 ആണെന്ന്. 3ന്റെ സ്ക്വയർ 9 ആണ്. √4 എനിക്ക് 4 മാത്രമാക്കി മാറ്റണം. ഞാൻ എന്ത് ചെയ്യണം? ആ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. ആ 2ന്റെ സ്ക്വയർ 4 ആണ്. ഇതിനെ എവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ 3ന്റെ പവറായിട്ട് മാത്രമേ ഇവിടെയുള്ള കാര്യം വരൂ. നേരത്തെ 2ന് 8 വന്നതുപോലെ ഇവിടെ 3ന് 729 വന്നിട്ടുണ്ടെങ്കിൽ 729 3ന്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ ആണ്. ഏത് മൾട്ടിപ്പിൾ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്
2:1 2 2:2 4 അങ്ങനെ 2:10 1024 വരെ പഠിച്ചു വെക്കണം. 3ന്റെ കാര്യത്തിൽ 3:1 സോറി 3:1 3 3:2 9 അങ്ങനെ 3ന്റെ കാര്യത്തിൽ 3:6 വരെ പഠിച്ചു വെക്കണം. അത് പെട്ടെന്ന് വരണം. ഇത് 3:6 തുല്യമാണ് 729 എന്നൊരു കുട്ടിക്ക് വരണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ജോലി ഇതാണ്. ആദ്യത്തെ ജോലി റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ സ്ക്വയർ ചെയ്തു. അവിടെ 3:n എന്ന് മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. അതിനു മുമ്പ് 729 നിങ്ങൾ മാറ്റിയിട്ട് 3:6 എന്ന് എഴുതണം. എന്നാലും കാര്യമില്ല. ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു സ്ക്വയർ ചെയ്തതുപോലെ ഇവിടെയും സ്ക്വയർ ചെയ്യണം. ഇനി ജോലി കഴിഞ്ഞു. 3:n is equal to 3:6 × 2 12. ഈ 3നെയും അങ്ങ് ഒഴിവാക്കിയാൽ നമ്മുടെ ആൻസർ ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. n is equal to 12. മനസ്സിലായോ? Yes, sir. ഗായത്രി, Yes, sir. ഇത് മനസ്സിലായോ? Yes, sir. Could you please explain this question answer in English? Will you? Yes or no? സർ ഞാൻ പകുതിക്ക് ഇത് കട്ടായി പോയായിരുന്നു. അപ്പോ യെസ്, ഞാനൊരു കാര്യം ചെയ്യാം. ഒന്നുകൂടി ചോദ്യം എടുക്കാം. ഏതെങ്കിലും കുട്ടിക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 3:n is equal to 729 എന്നല്ല പറഞ്ഞത്. എന്തായിരുന്നു ചോദ്യം? സ്ക്വയർ റൂട്ട് ഓഫ് 3:n = 729. ഫൈൻഡ് ദ വാല്യൂ ഓഫ് n എന്നല്ലേ ചോദ്യം? യെസ്. ഓക്കെ, എങ്ങനെ ഫർമിൻ ജോസ് നമുക്ക് ഇതൊന്ന് ഇടപെടാം? പറയൂ. ആദ്യം നമ്മള് സ്ക്വയർ റൂട്ട് ഓഫ് 3:n സ്ക്വയർ ചെയ്യുക. എന്തിനാണ് ഈ സ്ക്വയർ ചെയ്യുന്നത്? അന്നേരം നമുക്ക് 3:n മാത്രമായിട്ട് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെയും സ്ക്വയർ ചെയ്യണ്ടേ മകനെ? യെസ്. ഓക്കെ, ഈ 729 എന്ന് പറഞ്ഞാൽ 3യുടെ ആരാണ്? 3ന്റെ 3:6 ആണ്. 6 ആണ്. ഗുണിച്ചു നോക്കിയോ? 3യെ 6 പ്രാവശ്യം എഴുതി മനസ്സിൽ ഗുണിച്ചു നോക്കിയോ കിട്ടുന്നുണ്ട്? 3:4 എന്ന് പറഞ്ഞാൽ എത്രയാ മോനെ? 3:4 81. 81നെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചു, അതിനെ വീണ്ടും 3 കൊണ്ട് ഗുണിച്ചാൽ ഇത് കിട്ടും എന്നാണ് മകൻ പറയുന്നത്, അല്ലയോ? യെസ്. ശരി, ആയിക്കോട്ടെ. 3:6 എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ അങ്ങോട്ട് സ്ക്വയർ ചെയ്യുന്നു. യെസ്. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്താൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നു 3:n ആയിട്ട് മാറുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. യെസ്. അപ്പൊ 3:n is equal to 3:6 × 2 12 ആകുന്നു. ഈ 3യും 3യും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ n is equal to 12 കിട്ടും. യെസ്. എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ പറയൂ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ yes എന്ന്. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ മക്കളെ. ഈ മൈക്ക് എല്ലാരും മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 194 കുട്ടികൾ ഇപ്പം പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാവരും ഗിഫ്റ്റഡ് കുട്ടികളാണ് മക്കളെ. ഇത് രാവിലെ എഴുന്നേറ്റ് പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാ കണക്ക്. അത് രാവിലെ 5:30 വന്നിട്ട് ഈ ഓൺലൈനിൽ വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തയ്യാറാവലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഗിഫ്റ്റഡ് കുട്ടികളാവുന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ പവർ മാത്സിൽ കൂടുതൽ ചോദ്യങ്ങൾ ഊന്നൽ കൊടുക്കണം. 2:40 പ്ലസ് 2:40 പ്ലസ് 2:40 പ്ലസ് 2:40 എത്രയാണെന്നാണ് ചോദ്യം.
2^42 ആണ്. അതാരാ പറഞ്ഞത്? ആയിഷാനിത. ആയിഷാനിക. ഏത് സ്കൂളാണ് ഉള്ളത്? വൺ, 2, 3, 4. 4 2^40 ഉണ്ടെങ്കിൽ അത് 4 × 2^40 എന്ന് നമുക്ക് എഴുതാം. ഒരു സംഖ്യനെ 4 പ്രാവശ്യം എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഗുണിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2^40 എന്ന് കിട്ടി. ഈ 2ന്റെ ഭാഗമായിട്ടാണ് 4 വന്നിരിക്കുന്നത്. 4നെ നമുക്ക് 2^2 എന്ന് അങ്ങോട്ട് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ × 2^40 എന്ന് വരും. ഇത് നിങ്ങൾ പഠിച്ച കൃത്യങ്ക നിയമപ്രകാരം 40 2 കൂടി കൂട്ടിയാൽ 2^42 എന്നും വരും. ഫെർമിൻ ജോസ്, ഇത്രയും എഴുതിയ ഉത്തരമായോ മകനെ? യെസ്. ഇല്ല മകനെ, 2 വര വരയ്ക്കണ്ടേ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ? വേണ്ടേ? അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നേരൊന്ന് നിങ്ങൾ മൈക്ക് ഓൺ ആണ്, അപ്പൊ പറഞ്ഞാൽ മതിയെ മക്കളെ. യെസ്, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യം വളരെ ചെറിയ ചോദ്യം തന്നിട്ട് വലിയ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. അന്നേരമായിരിക്കും കുറച്ച് പ്രശ്നങ്ങൾക്ക് വരിക. ആദ്യം നിങ്ങൾ വിചാരിക്കുന്നത് ഇത്ര ഈസി തരുന്നത്, കുഴപ്പമില്ല. 50^2 + 50^2 + 50^2 ഇതിങ്ങനെ പോയി ഒരു 50 ടൈംസ് ആണ് പോകുന്നതെങ്കിൽ എത്രയായിരിക്കും മക്കളെ അതിന്റെ ഉത്തരം? $50^3. 50^3 ആണ്. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ഇത് വിവരിക്കേണ്ടതുണ്ടോ? ആവശ്യമില്ല അല്ലേ? ശരി, ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ല, അതൊന്നുമില്ല. 50^2നെ നമ്മള് 50 ടൈംസ് ആണ്ട് 50 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ ഇവിടെ ഉള്ള ഒന്നും കൂടി 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50^3 കിട്ടുന്നു എന്ന കാര്യം ശരിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരി, ഇനി ഒരു ലേശം കടന്ന ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇനിയാണ് നിങ്ങൾക്ക് യഥാർത്ഥ USS ചോദ്യത്തിലേക്ക് ഞങ്ങൾ വരുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളെ. ഇത് ഇന്നലെ ഞാൻ ഒരു സ്കൂളിൽ എടുത്തിട്ടുണ്ട്, സെന്റ് ജോസഫ് ബോയ്സിനാന്ന് തോന്നുന്നു. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാവിലെ ഓൺലൈൻ ക്ലാസ് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാകും. എല്ലാ പവർനേഴ്സിലും വരുന്ന ചോദ്യത്തിന്റെ ഭാഗങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ശരി, ശ്രദ്ധിച്ചോളൂ. 2^1 + 2^2 + 2^3 + +2^99. ഇതിന്റെ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് എത്രയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര, വൺസ് പ്ലേസ് എത്ര എന്നാണ് ചോദ്യം. 8. എല്ലാ കുട്ടികളും ആ ചോദ്യം എഴുതിയെടുക്കുക. ചോദ്യം എഴുതിയെടുത്തതിന് ശേഷം ഞാനൊരു സ്കൂളിന്റെ പേര് വിളിക്കും. മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യാം. സെന്റ് ട്രീസ സ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ട്? ഗായത്രി, ചോദ്യം എന്ന് വായിച്ചു. Could you please read the question? ഇവിടെ 2^1 + 2^3 + 2^4 അങ്ങനെ 299 വരെ എഴുതിയിരിക്കുന്നു. ഇതിന്റെ സമ്മിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാണ്? 2 കാര്യങ്ങൾ ഗായത്രി വിട്ടുപോയി. 2^1 ഉം 2^2 ഉണ്ടായിരുന്നു. അതുപോലെ 299 വരെയാണ് ഞാൻ എഴുതിയത് അല്ലേ? ഒന്നുകൂടി ഒന്ന് വായിച്ചേ. ഇവിടെ 2^1 + 2^2 + 2^3 എന്നിങ്ങനെ 299 വരെ എഴുതിയിരിക്കുന്നു. ഈ അക്കങ്ങളുടെ
സമ്മിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണ്? ഏതാണ് ഗായത്രി? പറയാം. ഞാൻ ഗായത്രിക്ക് ഒരു 10 ഓപ്ഷൻ തരട്ടെ. ഓക്കെ സർ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. സർ 0 ആണോ? 0 ആണോ? നമുക്ക് മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കാം. മറ്റു കുട്ടികൾ പറയൂ 0 ആണോ? 8. 8 ആണെന്ന് പറയുന്നു. 8 ആണെന്ന് പറയുന്നു. ഇത്തരം ചോദ്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടെ ചെയ്തോളൂ. മൈക്ക് മ്യൂട്ട് ചെയ്തു. ഫെർമിൻ ജോസ്, ഇതിന്റെ ആൻസർ അറിയാമോ? സാർ ഞാൻ നോക്കുമായിരുന്നു. ശരി, അയാൾ കഥ എഴുതട്ടെ, നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കാം. നമുക്ക് ഈ അവസാനം കാണുന്ന, ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയാ പറഞ്ഞത്, അവസാനം കാണുന്ന ഈ 99 എടുക്കുക. ഇതിങ്ങനെ കൂട്ടിയിട്ടാണ് പോകുന്നതെങ്കിലാണ് പറയുക. നിങ്ങളോട് 299ന്റെ യൂണിറ്റ് പ്രൈസ് ചോദിച്ചാൽ 99 മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിന്റെ യൂണിറ്റ് പ്രൈസ് ചോദിച്ചാൽ മക്കളെ അത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 299 മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 99 നിങ്ങൾ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓർത്തു വെച്ചോളെ, 2 എന്നതിന്റെയും 3 എന്നതിന്റെയും 7 എന്നതിന്റെയും 8 എന്നതിന്റെയും പവറായിട്ട് ഏത് സംഖ്യ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ട്, എന്തിനാ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? അത് ഞാൻ പിന്നെ പറഞ്ഞത്. തൽക്കാലം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 2 4 8 കിട്ടുന്നു. പിന്നെ നമുക്ക് 19 കിട്ടുന്നു. 4 × 4 16 കിട്ടുന്നു. റിമൈൻഡർ 3 കിട്ടുന്നു. നിങ്ങളൊരു കാര്യം അറിയോ? ഈ 299ന്റെയും 2/3ന്റെയും യൂണിറ്റ് പ്രൈസ് സെയിം ആണ്. 2/3ന്റെ യൂണിറ്റ് പ്രൈസ് 8 ആണ്. അത് ഓക്കെയാണ്. പക്ഷെ നിങ്ങളോട് ചോദിച്ചത്, ഞാൻ ചോദിച്ച ചോദ്യം ഇത് മാത്രമല്ല ചോദിച്ചത്. ശ്രദ്ധിക്കുക, നിങ്ങളോട് ചോദിച്ചത് 2/99ന്റെ യൂണിറ്റ് പ്രൈസ് അല്ല ചോദിച്ചത്. 2/99ന്റെ യൂണിറ്റ് പ്രൈസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. 2/99ന്റെ യൂണിറ്റ് പ്രൈസ് ചോദിച്ചാൽ 8 എന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. അതെന്തോട് വരയ്ക്കാത്ത ഇതാ 8 അറിയാം. അതല്ല നമ്മൾ ചോദ്യം. 2/99 എന്ന് ചോദ്യം ഇവിടെ 2/99 വരെ ഇവിടെ കൂട്ടേണ്ടതുണ്ട്. 2/99 സ്വന്തമായിട്ട് ചോദിച്ചെങ്കിൽ നിങ്ങളുടെ ആൻസർ 8 റെഡി, ഞാൻ സമ്മതിച്ചു. അത് നിങ്ങൾ 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന ഈ സിസ്റ്റത്തെ 99 പകരമായിട്ട് ഇവിടെ എഴുതി കൊടുക്കുന്നു. എന്ത് 2/99ന്റെ വിലയെന്നല്ല 2/3. 2/3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2/99 വലിയ സംഖ്യയാണ്. പക്ഷേ യൂണിറ്റ് പ്ലേസിന്റെ കാര്യത്തിൽ ഇവർ രണ്ടാണ് സെയിം ആണ്. അത് 8 ആണ്. അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ 2/99 കൂട്ടി കഴിഞ്ഞാൽ യൂണിറ്റ് പ്ലേസ് അത് മാറി. നോക്കാം നമുക്ക്. 2/99 ചെയ്യുമ്പോൾ അതുവരെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2/3 എത്രയാന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു? 8 ആണ്. സമ്മതിച്ചു. തൊട്ടതായുള്ള 2/2നെയും പിടിക്കേണ്ടതുണ്ട് ഈ കൂട്ടുന്ന സമയത്ത്. 2/2 എന്ന് പറഞ്ഞാൽ 4 ആകുന്നു. 2/1നെയും പിടിക്കണം അവസാനത്തെ, അത് 2 ആകുന്നു. ഇത് കൂട്ടിയിട്ട് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും യൂണിറ്റ് പ്രൈസ്, ഇതിന്റെ യൂണിറ്റ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ 8 4 12 8 4 12 2 14. നിങ്ങളെ യൂണിറ്റ് പ്രൈസ് ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായി. അത് 4 ആകുന്നു മക്കളെ. മനസ്സിലായോ? ഗായത്രി മനസ്സിലായി? ഗായത്രി അതൊന്ന് പറഞ്ഞു. ഗായത്രി 2 കാര്യത്തിലാണ് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത്. ഗായത്രി 2/99 ഒരു സംഖ്യ ഒറ്റപ്പെട്ട് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് 8 എന്ന് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കണം. അതേസമയത്ത് ഇതുവരെ ഇങ്ങനെ കൂട്ടിപ്പോകുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു ക്രിയ ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഗായത്രി ഓക്കെ അല്ലേ?
ഓക്കെ സർ. അതായത് ആദ്യം നമ്മൾ എൻഡിലുള്ള നമ്പർ, അതായത് 299 എടുക്കുന്നു. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 24/3 കിട്ടും. അതായത് 2/3. അപ്പൊ ഇവിടെ 2/99 2/3 ഈക്വൽ. അതിന്റെ യൂണിറ്റ് പ്ലേസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ യൂണിറ്റ് പ്ലേസ് ആണ് 8. അപ്പൊ 2/3 യൂണിറ്റ് പ്ലേസ് 8 എന്ന് നമുക്ക് മനസ്സിലായി. അതായത് 2/99 2/3 സെയിം ആയിരിക്കും. അതിന്റെ യൂണിറ്റ് പ്ലേസ് മാത്രം സെയിം ആയിരിക്കും. ഇനി അതിന് തൊട്ട് താഴെയുള്ള എക്സ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ 2/2 ഉണ്ട്, 2/1 ഉണ്ട്. 2/2 എന്ന് പറയുന്നത് 4 ആണ്. 2/1 എന്ന് പറയുന്നത് 2 ആണ്. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ നമുക്ക് 14 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതിന്റെ യൂണിറ്റ് പ്ലേസ് 14 ആയിരിക്കും. യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും. സാർ ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഗായത്രി കഴിഞ്ഞോ? യെസ് സർ. ശരി, ഞാനൊന്നും കേട്ടില്ല. ശരിയായി. കുട്ടികളെ നിങ്ങൾക്ക് മനസ്സിലായോ സംഭവം പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മക്കളോട്. 2ന്റെ കാര്യത്തിലും 3ന്റെ കാര്യത്തിലും 7ന്റെ കാര്യത്തിലും 8ന്റെ കാര്യത്തിലും പവർ വെച്ച് ചോദിക്കും പരീക്ഷയ്ക്ക്. ഇത് അടുത്ത നിങ്ങൾ തന്നെ ചെയ്തോളൂ. 3/1 plus 3/2 plus 3/3 dash 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 plus 3/99 യൂണിറ്റ് പ്ലേസ് നിങ്ങൾ കണ്ടെത്തൂ. വിളിച്ചു പറയുന്നേ എല്ലാരും കണ്ടെത്തണ്ടേ? മുസമ്മിൽ കേൾക്കാമോ? മുസമ്മിൽ ഇന്നില്ല, കുറെ കുട്ടികൾ ഇന്നില്ല, കുറെ കുട്ടികൾ ഇന്നുമുണ്ട്. 202 കുട്ടികൾ പങ്കെടുത്തിരിക്കുകയാണ്. പവർ മാത്സിന് ചോദ്യം ഉണ്ടാവും, ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. ഇവിടെ 3/99 മാത്രം 99 നിങ്ങൾ ഡിവൈഡ് ചെയ്തപ്പോൾ നേരത്തെ നിങ്ങൾക്ക് റിമൈൻഡർ കിട്ടിയതാണല്ലോ. അതിന്റെ ഇടക്ക് കൊണ്ടാച്ചിട്ട് എന്തോ ഫിറ്റ് ചെയ്യുന്നത്. ശരി, അതാരാണല്ലോ ഇടങ്ങാറാക്കുന്നത്? ആ കുട്ടീനെ റിമൂവ് ചെയ്യണ്ടേ? അശ്രദ്ധമായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളെ ഞാൻ റിമൂവ് ചെയ്യട്ടോ. പിന്നെ കയറാനാവൂലേ? ഗായത്രി, ഇതിന്റെ ആൻസർ എത്രയാണ് കിട്ടിയത്? 99 അല്ലേ? പിന്നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ്, അല്ല 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ റിമൈൻഡർ എത്ര കിട്ടി? അതൊന്നും അറിയില്ല. നേരത്തെ 99 4 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലേ, റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? പോയോ? നമുക്ക് റിമൈൻഡർ എല്ലാ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത് റിമൈൻഡർ എത്ര കിട്ടി? 3 കിട്ടി. 3/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27. തൊട്ട് 3/2 എഴുതണം. അത് 9 കിട്ടും. 3/1 അത് 3. ശരി, ഇത് 3 കൂടി കൂട്ടിയാൽ അവസാനത്തെ അക്കം ഏതാണ്? 9. എത്ര പേർക്ക് 9 കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് 9 കിട്ടിയിട്ടുണ്ട്? കിട്ടി സാർ. ഹോംവർക്ക് ആയിട്ട് 2 ചോദ്യം ഞാൻ തരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്ന് ചെയ്താൽ മതി മക്കള്. ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. ഹോംവർക്ക് ആയിട്ട് തരാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക. സാറേ ക്യാമറ ഓണാക്കുവോ? ക്യാമറ ഓണല്ലേ? എല്ലാം
ക്യാമറ ഓണാണ് സാർ. എടോ നിന്റെ കുഴപ്പം പറയല്ല മക്കള്. വോയിസും ക്ലിയർ അല്ല, എനിക്കും കേൾക്കുന്നില്ല, കാണുന്നില്ല. വോയിസ് ആരാ പറയുന്നത്? പേര് പറയൂ. അൻഫാസ്. ഏ ഏത് സ്കൂളാ? ഏത് സ്കൂളാ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് ആദ്യം നോക്കേണ്ടത് നിങ്ങളുടെ ഫോണിലേക്കാണ്. നിങ്ങൾക്ക് നെറ്റ് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ പ്രശ്നമാണ് അവിടെ. അവിടുത്തെ പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചു പറയരുത്. ഇനി അഥവാ നിങ്ങൾക്ക് വിളിച്ചു പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് 8686171729 ആണ് വിളിച്ചു പറയേണ്ടത്. ശ്രദ്ധിക്കുക, നിങ്ങളതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രശ്നം നിങ്ങൾ വിളിച്ചു പറയുന്നതെങ്കിൽ ഞാൻ ആ കുട്ടിയെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യും എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് നിങ്ങളുടെ സ്വന്തം പ്രശ്നം കൊണ്ട് ഫോൺ അവിടെ തിരിച്ചു പിടിക്കാത്ത ലെവലിൽ ഫോൺ കിട്ടുന്നില്ല എന്ന് പറയും. നിങ്ങൾ അവിടെ നോക്കുക. ഗായത്രി, ഇത് ഓക്കെ അല്ലേ ഈ ക്ലാസ്? ആ സർ, ക്ലാസ് നടക്കിടക്ക് ലെഫ്റ്റ് ആയി പോകുന്നു സാറേ. ക്ലാസ് നടത്തുന്ന ലെഫ്റ്റ് ആകുന്ന നിങ്ങളുടെ ഫോണിന്റെ കുഴപ്പമാണ്. വേറെ ഫോണിൽ കയറും, അതങ്ങനെ ലെഫ്റ്റ് ആയി പോവുക. വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചാൽ മതി, കയറും, കിട്ടും. ഞാൻ ഈ ക്ലാസ്സിൽ കുറെ വട്ടം ഇങ്ങനെ കയറുന്നു സർ. ഞാൻ കുറെ പ്രാവശ്യം ഇങ്ങനെ കയറുന്നു. ആരാ? പേരെന്താ? ഗായത്രി. എന്താ അങ്ങനെ ലെഫ്റ്റ് ആകാൻ കാരണം? എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയില്ല സർ, ഇടക്കിടക്ക് ലെഫ്റ്റ് ആയി പോകും. ഫോൺ ഓഫ് ചെയ്തിട്ടൊന്ന് കയറിക്കോളൂ, എന്നാൽ എന്താ സംഭവിക്കാൻ നോക്കാലോ. ഓക്കെ സർ. ഫോൺ ഓഫ് ചെയ്തിട്ട് ഒന്ന് കയറിക്കോളൂ, എന്താ സംഭവിക്കാൻ നോക്കട്ടെ. അല്ലെ വേറെ ഫോൺ ശ്രമിച്ചു നോക്കൂ. ശരി, ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത കാര്യം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല് ഇവിടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ടൈമിൽ 3-4 പേര് ലീവായി പോകും. പിന്നെ അവർക്ക് എന്ത് ചെയ്യാം? വീണ്ടും ജോയിൻ ചെയ്യാൻ പറ്റും. അത് റെക്കോർഡിങ്ങിൽ വരുന്ന സമയത്തുള്ള സംഭവമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് ശ്രമിക്കാം. ശ്രദ്ധിച്ചു. ചോദ്യം ഇതാണ്: 2:8 എത്ര കൂട്ടിയാലാണ് 2:9 കിട്ടുക? 2:1. 2 into 2:1. 2 into 2:1. 2 into 2:1. 7 into 2:8. 2 into 2:8. 2 into 2:1. 3:10. 2:8 ആണോ? ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞു തീർക്കാന്ന് വെച്ച നിങ്ങൾ എന്തെല്ലോ വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങളൊരു വിവരം അറിയാം മക്കളെ, 2ന്റെ കാര്യത്തിലുള്ള പ്രത്യേകത പറഞ്ഞുതരാം. 2:8 കൂടെ എത്ര കൂട്ടിയാലാണ് 2:9 കിട്ടുക എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇവിടെ കാണുന്ന 2:8 തന്നെയാണ്. അത് കൂട്ടിയാൽ തന്നെ 2:9 കിട്ടും. നിങ്ങളീ പറഞ്ഞ 2:1 ഒക്കെ ഞാനിങ്ങനെ കേട്ടിരിക്കാന്നല്ലാണ്ട് എനിക്കെന്ത് പറയാൻ പറ്റും നിങ്ങളോട്? നിങ്ങൾ നോക്കിക്കോളൂ, 2:3 കൂടെ എത്ര കൂട്ടിയാലാണ് 2:4 കിട്ടുക എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ മക്കളെ? 2:4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2:8 3 എന്ന് പറഞ്ഞാൽ 8 ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 8ന്റെ കൂടെ 8 കൂട്ടിയാൽ 16 കിട്ടും. അപ്പൊ ഈ 2:3 എന്ന് പറഞ്ഞ 8ഉം ഇവിടെയും 2:3 തന്നെയാണ് എഴുതേണ്ടത്. അത് 2ന് മാത്രം കിട്ടിയൊരു വരവാണ്. 2ന് മാത്രം കാര്യത്തിൽ മാത്രം സൂചിപ്പിച്ചാൽ മതി നിങ്ങളെ കാര്യം. 2ന്റെ കാര്യത്തിൽ എപ്പോഴും എക്സെപ്ഷൻ ഉണ്ട്. കാരണം അത് ഒരുപാട് കാരണങ്ങളുണ്ട് 2ന്റെ കാര്യത്തിൽ എക്സെപ്ഷൻ വരാൻ കാരണം. 2:9 കിട്ടുക. അപ്പൊ നിങ്ങൾ അതിന്റെ അടുത്ത് 3നെ കൊണ്ടാച്ച് ഇവിടെ വലിച്ചിട്ട്
അതേ സമയത്ത് 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ 3/10 അല്ല. ഇത് രണ്ടിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ 3/10 മാത്രം പറഞ്ഞാൽ പോരാ. ഒരു 3/10 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും 3/11 ആവില്ല. 2 3/10 കൂട്ടേണ്ടി വരും. അതിപ്പോ തെളിയിച്ചാൽ പോയാണ്. നോക്കിക്കോളൂ, നിങ്ങളോട് കഴിഞ്ഞ നിങ്ങളുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത്, സ്കൂളിൽ തുടങ്ങിയ സമയത്ത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ സമയത്ത് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, 3/10 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക? Sir, 2 into 3. അവിടെ ഇതിന് മറുപടി പറയാൻ പോലെ വെറുതെ വേണ്ടാത്ത വിളിച്ചു പറയില്ല. 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക? അതിന് മറുപടി പറയാം. മറ്റേ വേറെ പറയാം. 10 കൂടെ എത്ര കൂട്ടിയാലാണോ 11 കിട്ടുക? 1. അപ്പൊ ഇവിടെ 3/1 ഈ ചോദ്യം വേറെ, ഈ ചോദ്യം വേറെയാണ്. 3/10 കൂടെ 3/1 കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. അടുത്ത ചോദ്യം എന്താ? ശ്രദ്ധിച്ചു. മൂന്ന് 3/10 കൂടെ 3/1 കൂട്ടിയാൽ 3/11 കിട്ടും മനസ്സിലായി. ഞാനിവിടെ അത് മാറ്റി എഴുതുകയാണ്. 3/10 കൂടെ 3/10 ഗുണിക്കണം 3/1 3/11 എന്ന് പറഞ്ഞു. ഈ 3/1 എന്ന് പറഞ്ഞാൽ അത് 3 തന്നെയാവും. ഈ ഈക്വൽ ടു 3/11 നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യ 3 പ്രാവശ്യം എഴുതി കൂട്ടുക എന്ന് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 3/10 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3/10 3 തവണ എഴുതി കൂട്ടിയാൽ 3/11 കിട്ടും എന്ന് വ്യക്തം. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. ചോദ്യം ഇതാണ്, നിങ്ങളോട് ചോദിച്ച ചോദ്യം, 3/10 കൂടെ എത്ര കൂട്ടിയാലാണ് 3/11 കിട്ടുക എന്നാണ് നിങ്ങളുടെ ചോദ്യം. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. 3/10 3 തവണ കൂട്ടിയാൽ 3/11 കിട്ടുന്ന കാര്യം വ്യക്തം. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ ഒരു 3/10 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 3/10 വേണം. അത് നിങ്ങൾ ഓപ്ഷനിൽ 2 × 3/10 എന്ന് കാണുകയോ അല്ലെങ്കിൽ 2 3/10 കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ 2 × 3/10 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് 3/11 പോവുക. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും യെസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ വിവരിച്ച് തരാം. ഒന്ന് രണ്ട് കുട്ടികൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗായത്രി, ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാമോ മോക്ക്? കേൾക്കാം. ഇപ്പൊ ഫോണൊന്നും ഔട്ടൊന്നും ആയിപ്പോയിക്കില്ലല്ലോ? ഇല്ല സാർ, ഇല്ല, ഇപ്പൊ റെഡിയാണ്. ഈ കാര്യം മനസ്സിലായോ ഗായത്രി? സാർ ഞാൻ ഹാഫ് ആയപ്പോ വന്നത്. അപ്പൊ പിന്നെ സാർ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളൂ. 2/10 കൂടെ എത്ര കൂട്ടിയാലാണ് 2/11 കൂട്ടിയാൽ കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി ഗായത്രി? 2/10 തന്നെയല്ലേ? ഇവിടെ എത്രയാണോ ഉള്ളത് അതെല്ലാം എഴുതി കൊടുത്താൽ നിങ്ങൾ ഒരു പ്രശ്നവുമില്ല. അത് 2ന്റെ കാര്യത്തിൽ തീരുമാനമായി. ഓക്കെ സാർ. ഇനി വേറെ കാര്യം, 2/10 പകുതി എത്രയാന്ന് വെച്ചാൽ എത്ര നമ്മളെ പറയാം? 2/9 അല്ലേ സാർ? ഒരു സംഖ്യയുടെ പകുതി കാണാൻ 2 കൊണ്ടായിരിക്കണം നമ്മൾ പഠിച്ചതല്ലേ? അതെ സാർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2/1 എഴുതണം. 2 കൊണ്ട് ഹരിച്ചു. 10 ൽ നിന്ന് 1 കുറച്ചാൽ 9, അത് 2/9 ആണ്.
അപ്പൊ നമുക്ക് 2ന്റെ കാര്യത്തിൽ തീരുമാനമായി. 2:10 നിന്ന് അതിന്റെ പകുതി ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 ഒന്നും കുറച്ച് കഴിഞ്ഞാൽ മതി. ഓക്കെ സർ. പക്ഷെ വേറെ സംഖ്യക്ക് അത് ബാധകമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുന്നു 16:16ന്റെ പകുതി എത്രയാണ്? സർ 16 നമുക്ക് 4ന്റെ സ്ക്വയർ ആക്കിട്ട് എഴുതാൻ പറ്റൂലേ? രണ്ടാണല്ലേ? ശരി, 16നെ നമുക്ക് 4നെ പറ്റി ചിന്തിക്കണ്ട, 2ലേക്ക് പോട്ടെ. 2:4 ആണ് 16. ശരി, അതിന്റെ ബ്രാക്കറ്റ് ഇട്ടിട്ട് 16 പുറത്തേക്ക് എഴുതും. അപ്പൊ ഈ 2:4 × 16 എത്രയാ മോളെ? 64 അല്ലേ സർ? 64. അപ്പൊ 2:64 കിട്ടി. ഇനി പകുതി കാണാൻ സുഖമാണ്. 2:64ന്റെ പകുതി എത്രയാ? 2:63. വെരി ഗുഡ്. ഇനി 2:64ന്റെ ഇരട്ടി എത്രയാ? 2:65 ആയിരിക്കും. അത് 2-ന് മാത്രമേ ബാധകമുള്ളൂ. അതേ സമയത്ത് ഞാൻ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. 16:16ന്റെ 4-1 എത്രയാണ്? പകുതി വെച്ചപ്പോൾ 2 വെച്ചു, 4 വെച്ചപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ 16:16ന്റെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? പക്ഷെ അത് പറ്റില്ല. 16 നമുക്ക് 16:16 നേരിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്. ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ 16നെ 4ന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് ചെയ്തോളൂ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4ന്റെ ഭാഗം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ന്റെ ഭാഗം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എത്ര നമ്മളെ? 4. അല്ല, 16 4 എത്ര നേടാം? 4:2. അന്ന് വരിക ഇത്ര മടി. 4:2. 4:2നെ എഴുതിയതിനു ശേഷം ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 16 എഴുതി, അതിന് 4 വെച്ചാൽ മതി. എന്നാ 16:16ന്റെ 4 കിട്ടും. 16:16ന്റെ 4 കിട്ടാൻ പോവുകയാണ്. ഈ 4:2 ഓൾ റേസ്റ്റ് 16 4:32 അല്ലേ മകളെ? 4:32/4:1 എന്ന് വരും. 4 എന്ന് പറഞ്ഞാൽ 4:1 അല്ലേ? ഇത് നിങ്ങൾ പഠിച്ച പ്രത്യേക നിയമപ്രകാരം x⁻m/x⁻n = x⁻m-n പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 4:31 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 16:16ന്റെ 4:1 4:31 ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് മക്കള്. കഴിഞ്ഞ വർഷത്തെ ചോദ്യം എടുത്തൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ബഹു രസമുള്ള ചോദ്യമാണ്. ആ ചോദ്യം ശ്രദ്ധിച്ചോളൂ, ആ ചോദ്യം പിടിച്ചോളൂ. 8:60ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം അല്ലെങ്കിൽ ഡിജിറ്റ് ഇൻ ദ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ വൺസ് പ്ലേസ് എത്രയാണ്? 0 അല്ലേ? 0 ആണ്. കുറെ കൂട്ടാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ആ കുട്ടികൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? 0 അല്ലേ? ഓപ്ഷനിൽ 0 ഇല്ല. എന്നിട്ട് വെറുതെ വിളിച്ചു പറയാണ്. ഓപ്ഷനിൽ 8 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. എന്നിട്ട് വിളിച്ചു 0. എന്തൊരു കഷ്ടായി. 2 ആണോ? 2 ആണോ 3 ആണോ 2 ആണോ ചോദിക്കുന്നത് എനിക്ക് തിരിയുന്നില്ല. ഗായത്രി കേൾക്കാം? ഫെർമിൻ ജോസ് കേൾക്കാം? മറ്റു കോഹോസ്റ്റായ കുട്ടികള് ഒക്കെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. 8:60ന്റെ യൂണിറ്റ് പ്ലേസ് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് 0 എന്ന് വിളിച്ചു വരുന്നത്. ഓപ്ഷൻ ഇല്ലാത്ത സാധനമാണ് വിളിച്ചു പറഞ്ഞത്. എന്തൊരു സങ്കടമായിട്ട്. ഇവിടെ ശ്രദ്ധിച്ചോളെ, ഈ 60നെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മക്കളെ, 2, 3, 7, 8 വന്നാൽ അതിന് നിങ്ങൾ ഉടനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും.
റിമൈൻഡർ എത്ര കിട്ടും? 1 4. റിമൈൻഡർ 0 കിട്ടും. ആ ശരി മനസ്സിലായി. ഒന്ന് സൈലന്റ് ആക്കേ. 5 4 20. റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ മക്കൾ ചെയ്യേണ്ടത് 4 എടുക്കണം. 8ന്റെ 0 കിട്ടിക്കഴിഞ്ഞാൽ 4 എടുക്കണം. അത് ശരിയാ. അതാരാ പറഞ്ഞ 4 എടുക്കണം. 0 ആണ് കിട്ടുന്നെങ്കിൽ 8/4ന്റെ അവസാനത്തെ അക്കം ഏതായിരിക്കും? അത് പറഞ്ഞാൽ മതി. 6 പറഞ്ഞോ? 8. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരാളെ മാത്രം വിളിക്കട്ടെ, നല്ല ശരിയാവും. ഫെർമിൻ ജോസ്, 8/1 എന്ന് പറയാൻ 8 അല്ലേ? 8/2 തരാൻ അവസാനത്തൊക്കെ പറഞ്ഞാൽ മതി. തീർത്തറിഞ്ഞു കൊടുക്കരുത്. 4. 8 4 4ആണ്. ശരി. 8/3 തരാലോ? അവസാനത്തൊക്കെ മതി. എനിക്ക് അവസാനത്തൊക്കെ കിട്ടിയ 2 ആണ്. 4/32. 8/4 തരാലോ? 6. അപ്പൊ നമ്മുടെ ആൻസർ 6 ആണ്. ഗായത്രി, ഈ പറഞ്ഞത് മനസ്സിലായോ? സർ മനസ്സിലായി. യെസ് സർ. യെസ്. അപ്പൊ അതൊന്ന് വിവരിച്ചു. അതായത് 8/60ന്റെ യൂണിറ്റ് പ്ലേസിലുള്ള നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ആദ്യം 60നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് റിമൈൻഡർ ഒന്നുമില്ല, 15 ആയിട്ടായിരിക്കും കോഷ്യന്റ് ആയിട്ട് കിട്ടുക. അപ്പൊ 8 അതുകൊണ്ട് തന്നെ റിമൈൻഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മള് 60നെ 8/4 ആക്കി എഴുതും. അപ്പൊ 8/4ന്റെ യൂണിറ്റ് പ്ലേസിൽ ഒരു ഡിജിറ്റ് നോക്കാൻ വേണ്ടിട്ട് 8/1ന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 8 തന്നെ ആയിരിക്കും. 8/2ന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 4. അങ്ങനെ 8/4ന്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 6 ആയിട്ട് കിട്ടും. അപ്പൊ 8/60ന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് 6 ആയിരിക്കും ആൻസർ. വെരി ഗുഡ്. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടിയെ കോഹോസ്റ്റ് ആയ കുട്ടികൾക്ക് പറ്റുമെങ്കിൽ നമ്മുടെ LSSന്റെ കുട്ടികൾ പറയുന്നത് പോലെ വീഡിയോ ഓൺ ചെയ്ത് പറയാൻ കുറച്ചുകൂടി നന്നാകുമായിരുന്നു. LSSന്റെ കുട്ടികൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞപ്പം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. കാരണം ഇതിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൗണ്ട് മാത്രമേ കാണും. അതായത് കണ്ടുകൊണ്ടാണെങ്കിൽ കുട്ടികൾക്ക് വേഗം ക്ലിയർ ആക്കാം. ചെയ്യാൻ പറ്റുന്നവർ ചെയ്താൽ മതി, ഇല്ലാത്തവർ ചെയ്യേണ്ട നിർബന്ധിക്കുന്നില്ല. പക്ഷെ അതേ സമയത്ത് ഇവിടെ ഈ ചോദ്യം ഗായത്രി മറ്റൊരു തരത്തിലാണ് വന്നെങ്കിലോ, 8/1 പ്ലസ് 8/2 പ്ലസ് പ്ലസ് 8/60 വന്നതെങ്കിൽ ഗായത്രി നമ്മളെ ആൻസർ എങ്ങനെ വരും എന്നറിയോ? സാർ ആദ്യം 60നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ്, അത് 4 കൊണ്ട് ശരിയെ ഞാൻ നിങ്ങൾ എടുക്കട്ടെ. അത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന 4 0 വന്നു. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അത് 8/4 തുല്യ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ യൂണിറ്റ് പ്ലേസ് 6 അല്ലേ? പിന്നെ അതിന്റെ താഴോട്ടുള്ള എല്ലാം എഴുതണോ എന്ന് പറഞ്ഞാൽ 8/3 എഴുതണോ? അത് 2 ആണ്. പിന്നെ 8/2 എഴുതണം, അത് 4. പിന്നെ 8/1 എഴുതണം, അത് 8 ആണ്. ഇതെല്ലാം കൂട്ടിയാൽ 20. അവസാനത്തൊക്കെ ഏതാ? 0. ഇപ്പൊ മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? ക്ലിയർ ആയില്ലേ മക്കളെ? പ്രശ്നം ഈ പവർ മാത്സില്, അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത് ചെറിയൊരു പ്രശ്നം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട്, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാവശ്യം ഫാക്ടേഴ്സിൽ നിന്നുള്ള ചോദ്യം വരുന്നത് നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ചോദ്യമായിരിക്കത്തില്ല. ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ആരോ മൈക്ക് ഓൺ ചെയ്ത് കളിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. 2/4
ആരാപ്പോ ഞാൻ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. അതാണ് എല്ലാരെയും തുറന്നു വെച്ചാലുള്ള കുഴപ്പം. 204 കുട്ടികൾ ഇപ്പൊ ഉണ്ട്. അപ്പൊ 204 കുട്ടികളും ശ്രദ്ധിക്കുക, മൈക്ക് എല്ലാവരും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യും. ഇപ്പോ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫാക്ടേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ 4 തരത്തിലായിരിക്കും. ഇപ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, 3600-ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്നല്ല ചോദിക്കുക, ഹൗ മെനി ഈവൺ ഫാക്ടേഴ്സ് എന്നാണ് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ 3600-ന്റെ ഘടകങ്ങളിൽ ഇരട്ട സംഖ്യകൾ എത്രയുണ്ടെന്നാണ്. ചിലപ്പം ഓഡ് ഫാക്ടേഴ്സ് ചോദിക്കും. ഇത് ഈ പ്രായത്തിൽ ചോദ്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടേ ഞങ്ങൾ ഘടകങ്ങളുടെ എണ്ണം മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ, ഇരട്ട എത്ര ഒറ്റ എത്ര എന്ന് പഠിച്ചിട്ടില്ലല്ലോ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓഡ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഈവൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ മൊത്തം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് ഓഡ് ഫാക്ടേഴ്സ് കുറയ്ക്കണം. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കണോ ഗായത്രി? ഗായത്രിക്ക് സൗണ്ട് എടുക്കാൻ പറ്റില്ല, ഇപ്പൊ എടുക്കാൻ പറ്റും. ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കണോ? ഓർണോ? അപ്പൊ 3600-ന്റെ ഈവൺ ഫാക്ടേഴ്സ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ എല്ലാവരും. ആദ്യം നിങ്ങളോട് ഈവൺ ഫാക്ടേഴ്സ് കണ്ടെത്താൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് 3600-നെ ഫാക്ടറൈസ് ചെയ്യാം. ഞാനൊരു വലിയ സംഖ്യ എടുക്കുന്നതാണല്ലോ. അതിനെ ഫാക്ടറൈസ് ചെയ്ത് 2 കൊണ്ട് ഹരിച്ചു 1800 കിട്ടി. ഫെർമിൻ ജോസ് ഒന്ന് സഹായിക്കണേ മോനെ. വീണ്ടും 2 കൊണ്ട് 9000 എത്ര? 9000 900 എന്തല്ലാടോ പറയുന്ന. വീണ്ടും 2 കൊണ്ട് ഹരിച്ചു 450 കിട്ടി. എവിടെയാ ഫെർമിൻ ജോസിന്റെ സ്ഥലം? ഫെർമിൻ ജോസിന്റെ സ്ഥലം എവിടെയാ? ഇടുക്കിയിലാണ്. ഓഹോ, അപ്പൊ ഇടുക്കിയിൽ വന്നാലേ ഫെർമിൻ ജോസിനെ കാണാൻ പറ്റുമല്ലേ? യെസ്. അപ്പൊ 450 വീണ്ടും 2 കൊണ്ട് വെച്ചാലോ 225. മറ്റുള്ള കോഴ്സിനൊന്ന് സഹായിക്കട്ടോ. 225-നെ വീണ്ടും 5 കൊണ്ട് ഹരിക്കല്ലേ 3 കൊണ്ട് ഹരിക്കുക? 5 കൊണ്ട് ഹരിക്കട്ടെ 4. 5 കൊണ്ട് ഹരിക്കുമ്പോ 45. വീണ്ടും 5 കൊണ്ട് 9. 9. വീണ്ടും 3 കൊണ്ട് 3 കിട്ടും. ഇത്രയും ചെയ്ത ഉത്തരമായോ ഫെർമിൻ ജോസ്? ഇല്ല, 2 വര വേണം. അപ്പൊ കുട്ടികൾ പറയും ഒന്നുകൂടി 3 കൊണ്ട് ഹരിച്ചൂടെ? നിങ്ങളങ്ങ് ഹരിച്ചൂടെ, എനിക്കെന്താ? പക്ഷെ അതേ സമയത്ത് ഒരു പ്രൈം നമ്പർ കിട്ടിയാൽ അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എനിക്ക് തോന്നുന്നു. ശരി, ഇവിടെ 1 2 3 4 2⁴ എന്ന് എഴുതാം, ഇൻറ്റു 5⁻2 എന്ന് എഴുതാം, ഇൻറ്റു 3⁻2 എന്ന് എഴുതാം. ഫെർമിൻ ജോസ് ഒരു രഹസ്യം അറിയോ? പറയട്ടെ. നമുക്ക് ഓഡ് ഫാക്ടേഴ്സ് ഇപ്പൊ ഇവിടെ തെളിഞ്ഞു കാണാം. കാരണം ഓഡ് നമ്പർ ആയ പ്രൈം നമ്പർ ഓഡ് നമ്പർ ആയതിന്റെ മേലുള്ളതാണ് ഓഡ് ഫാക്ടേഴ്സ്. അപ്പൊ ഒരു +1 ആണ് ഇട്ട് കൊടുത്തിട്ട് ഈ 3 × 3 ചെയ്താൽ നമുക്ക് 9 ഓഡ് ഫാക്ടേഴ്സ് കിട്ടി. അതേസമയത്ത് ഈവൺ ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ ഇതിന്റെ മേലുള്ള ഒരു +1 കൂടി കൊടുത്തിട്ട് 5 × 3 × 3 മൊത്തം 45 ഘടകങ്ങളാണ് മകനെ കിട്ടുന്നത്. അതിൽ നിന്ന് ഫാക്ടേഴ്സ് ആയ 9 അങ്ങോട്ടങ്ങ് മൈനസ് ചെയ്താൽ 36 കിട്ടുന്നു. ഇതാണ് ശരി. ഇനി വേറൊരു കാര്യം പറയട്ടെ. എന്തെന്ന് പറഞ്ഞാൽ 3600-ലും ഒരു 36 ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളി. എന്ന് പറഞ്ഞാല് എല്ലാ കാര്യത്തിനും അത് ബാധകല്ലേ?
36 ഈവൻ ഫാക്ടേഴ്സ് 36 ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അത് എല്ലാത്തിനൊന്നും ബാധകമല്ല, ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റുള്ള കുട്ടികളെ ഒന്ന് വിളിച്ചു നോക്കാം. മക്കളെ, എന്താണ് സ്ഥിതി? ഇത് മനസ്സിലായോ? മനസ്സിലായി. ഇതാണ് ഓഡ് ഫാക്ടേഴ്സ്, ഈവൻ ഫാക്ടേഴ്സ്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പറയും. എന്താ പറയുക അടുത്ത ക്ലാസ് എന്ന് പറയോ? അതും പറഞ്ഞുതരാം. ഇനി വരുന്ന ചോദ്യം വേറെ തരത്തിലാണ്, അതും പറഞ്ഞുതരാം. അതും മനസ്സിലാക്കി വെച്ചോളൂ. 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? Which is the smallest number having 12 factors? 12 ഘടകങ്ങളുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത്? നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 72 എന്ന സംഖ്യക്ക് 12 ഘടകങ്ങളാണെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും 72 അല്ലേ? 60 ആണ്. ശരിയാണ്. 12 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ 60 ആണ്, 72 അല്ല. 10 ഘടകങ്ങളിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിക്കാം. അത് 48-മാണ്. ഇത് രണ്ടും വിശദീകരിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാമോ? നിങ്ങളാണ് പറയേണ്ടത്. മുന്നോട്ട് പോകാം. ശരി, അപ്പോൾ മുന്നോട്ട് പോകാം. ഇനി അറിയില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. എനിക്ക് ഇന്ന് വേറെ കുറച്ച് ദൂരെയാണ് ക്ലാസ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇന്നലെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ചില കുട്ടികൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ 20 ചോദ്യം ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അത് ഒരു കുട്ടി അയച്ചു തരാം. ആ കുട്ടീൻ്റെ ഗ്രൂപ്പിൽ ഇല്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ അയച്ചു തരാം. അത് ഗ്രൂപ്പിലൂടെ വന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ കിട്ടാത്തവരൊക്കെ എന്നൊന്ന് വിളിച്ചാൽ മതി, ഞാൻ ഒന്നുകൂടി അയച്ചു തരാം. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു ചിത്രം വരയ്ക്കാം. അതാ നല്ലത്. ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കുന്നതാണ് നല്ലത്. ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കട്ടോ. ഇങ്ങനെ ആയിക്കോട്ടെ. ഒരു സ്ക്വയറില്ലല്ലേ? പോയി. ഒച്ചയച്ച് വരച്ചോ സ്ക്വയർ. അതാ ഞാൻ അങ്ങനെ വരച്ചത്. എന്നിട്ടോ ഇവിടുന്ന് ഇങ്ങനെയും ഇവിടുന്ന് ഇങ്ങനെയും. ശരി, ഇത് 5 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. ഒരു കാര്യം ചെയ്താലോ, ഒന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഒന്ന് മാറ്റി വരയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ഒന്ന് മാറ്റി വരച്ചിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കാം. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് യെസ് എന്ന് പറയും. ഇതിന് അളവ് കൊടുക്കുക 5 സെന്റിമീറ്റർ, ഇതിന് അളവ് കൊടുക്കുക 3 സെന്റിമീറ്റർ. യെസ് എന്ന് പറയാം. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കർണത്തിന്റെ അല്ലെങ്കിൽ ഹൈപ്പോട്ടനസിന്റെ വശം എടുത്തിട്ട് ഒരു സ്ക്വയർ വരയ്ക്കാനാണ്. ഒരു സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയറിനെ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. കളിയെല്ലാം കളിച്ചിട്ടുണ്ട് എന്ന് പറയാം. ചെയ്തോ? ഫെർമിൻ ജോസ് ഓക്കെ ആണ്? ചോദ്യം ഇതാണ് മക്കളെ, ചോദ്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യം ഇതാണ്: ഈ ചിത്രത്തില് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയാണ് എന്ന് പറയാം, പരപ്പളവ്.
What is the area of this square? ഈ ചിത്രത്തിൽ സമചതുരത്തിന്റെ ഏരിയ എത്രയാണ്? ഒരു കാര്യം ചെയ്യാം, ഇത് ഹോംവർക്ക് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ ചെയ്യോ? Sir, 34. ശരി, എത്രയാ കിട്ടിയത്? 34 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അതെങ്ങനെ കിട്ടുന്ന അറിയോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പൊ ഈ ഒരു കർണത്തിന്റെ വശം കിട്ടണമെങ്കിൽ, ഹൈപ്പോട്ടനസ് കിട്ടണമെങ്കിൽ 3 സ്ക്വയറായ 9 5 സ്ക്വയറായ 25 തമ്മിൽ കൂട്ടിയിട്ടുണ്ടാവുന്ന സ്ക്വയർ റൂട്ട് ഓഫ് ഇത് വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഒരു കർണത്തിന്റെ ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 34 ആയിരിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് 34 നമുക്ക് അത് പിന്നെ എന്തല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല. 36 ആയിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏറ്റവും വസ്തുവില്ല. ഇതാണല്ലോ ഇതിന്റെ ഈ സമചതുരത്തിന്റെ ഒരു വശം. അപ്പൊ ഇതെല്ലാം തുല്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ റൂട്ട് 34 ഇൻറ്റു റൂട്ട് 34 എന്ന് വരും. റൂട്ട് 34 ഇൻറ്റു റൂട്ട് 2 റൂട്ടും ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 34ലേക്ക് ഉത്തരം. അതെങ്ങനെയാണ്? റൂട്ട് 4 ഇൻറ്റു റൂട്ട് 4 എത്രയാണ് ഫെർമിൻ ജോസ് ഉത്തരം? 4. ഒരു 4 ആയിരിക്കും ഉത്തരം. കാരണം റൂട്ട് 4 തന്നെ 2 നമുക്കറിയാം. റൂട്ട് 4 തന്നെ 2 നമുക്കറിയാം. 2 ഇൻറ്റു 2 4. അപ്പൊ ഇത് ഈസിയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് തരാം. ആ ചോദ്യം എഴുതിയെടുത്തിട്ട് പോയാൽ മതി. കാരണം ഈ ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത്, പറയേണ്ടത്. അടുത്ത ക്ലാസ്സിലേക്കുള്ള ചോദ്യം ഇതാ തരാൻ പോകുന്നു, ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തരണം. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ്. DC1 അല്ലെങ്കിൽ IX, DCIX. ഇത് ഒരു റോമൻ നമ്പറാണ്. ഇതിന് തുല്യമായത് എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻസ് ആർ 509, 609, 1009, 209. ഈ പറഞ്ഞിരിക്കുന്ന റോമൻ അക്കത്തിന് തുല്യമായ ഇതിലേതാണ്? ഇത് ഒന്നാമത്തെ ചോദ്യം. എന്റെ രണ്ടാമത്തെ ചോദ്യം, ഫെർമിൻ ജോസ് നമ്മുടെ കേൾക്കാം പറയുന്നത്? കേൾക്കാം സാർ. കേൾക്കാം. 2025 അല്ലേ ഈ വർഷം അല്ലേ? അത് ജനുവരി 1 ഏത് ദിവസം അറിയാമോ? അറിഞ്ഞിട്ട് മറ്റു കുട്ടികൾക്ക് പറയാം ഏത് ദിവസം? വെനസ്ഡേ ആണ്. ഇതാ വരുന്നു അടുത്ത ചോദ്യം. എങ്കിൽ 2029 ജനുവരി 1 ഏത് ദിവസമായിരിക്കും എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ഇങ്ങനെ 2 ചോദ്യത്തിന് ഉത്തരം എഴുതിയാതിരിക്കുക. പെട്ടെന്ന് ഉത്തരം തയ്യാറാക്കി വെച്ചോളൂ. യൂട്യൂബിൽ 1 മണിക്കൂറിനകം ഈ ക്ലാസ് വരും. ഇന്ന് ക്ലാസ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. ഗിഫ്റ്റഡ് കുട്ടികളുടെ ലിസ്റ്റിൽ നിങ്ങൾ അതാത് വിദ്യാഭ്യാസ ജില്ലയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.